ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ മറിയത്തിന്റെ അതുല്യമായ പങ്കിനെ കന്യകയിൽ നിന്നുള്ള ജനനം എടുത്തു കാണിക്കുന്നു. ഗബ്രിയേൽ മാലാഖയോട് പ്രതികരിക്കുന്നതിലുള്ള അവളുടെ അനുസരണവും വിശ്വാസവും നിന്റെ വാക്കുപോലെ എനിക്കാകട്ടെ എന്ന ലൂക്കോസ് 1-ാം അധ്യായത്തിലെ 28-ാം വാക്യം വ്യക്തമാക്കുന്നു. ഹവ്വായുടെ അനുസരണക്കേട് മാറ്റി ഒരു പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ രക്ഷകനായ യേശുവിനെ വഹിക്കാൻ അവൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ വിഭാവനം ചെയ്യപ്പെട്ട യേശുവിന്റെ ദൈവീകവും മാനുഷികവുമായ സ്വഭാവങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നു. മനുഷ്യത്വത്തെ വീണ്ടെടുക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു. ദൈവത്തെ വഹിക്കുന്നയാൾ എന്ന നിലയിൽ മറിയത്തിന്റെ മാതൃത്വം രക്ഷാചരിത്രത്തിൽ അവളുടെ സുപ്രധാന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അവളുടെ വിനയവും വിശ്വാസവും അവളെ ശിഷ്യത്വത്തിന്റെ മാതൃകയാക്കുന്നു. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങൾ നിറവേറ്റുമ്പോൾ വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു.